അപര സ്ഥാനാർത്ഥികൾക്കെതിരെ ഹൈക്കോടതി. അപരന്മാരെ നിയോഗിക്കുന്നത് ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന നടപടിയെന്ന വിമർശനം. വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ് അപരന്മാരുടെ സ്ഥാനാർത്ഥിത്വം. അപര സ്ഥാനാർത്ഥികളെ നിയോഗിക്കുന്നത് തടയണമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. രേഷ്മ ബാബു ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, പലപ്പോഴും ആരോഗ്യകരമല്ലാത്ത ഒരു മത്സരം കാഴ്ചവെക്കുന്ന മൂന്നാം കിട രാഷ്ട്രീയമാണ് ഇത്തരത്തിൽ അപര സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. ഇപ്പോൾ അപര സ്ഥാനാർത്ഥികൾക്കെതിരെ ഹൈക്കോടതി നിലപാടെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി പരാമർശത്തിലൂടെ പുറത്തുവരുന്നത്? രോഹിണി, അപരന്മാരെ സ്ഥാനാർത്ഥിയാക്കുന്നതിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉണ്ടായിരിക്കുന്നത്. ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന നടപടിയാണ്, തെരഞ്ഞെടുപ്പിനെ ഇല്ലാതാക്കുന്ന ഒരു നടപടിയാണ് ഇത്തരത്തിൽ അപരന്മാരെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ അപര സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഞ്ജലി നായർ നൽകിയ ഹർജി പരിഗണിച്ച സമയത്താണ് അപര സ്ഥാനാർത്ഥിത്വത്തിൽ ഹൈക്കോടതി ചില ആശങ്കകൾ പങ്കുവച്ചിട്ടുള്ളത്. ഒരു സ്ഥാനാർത്ഥിക്കും വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത്, ഇതൊരു തെറ്റായ പ്രവണതയാണെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നേരത്തെ അനാരോഗ്യകരമായിട്ടുള്ള ഒരു പ്രവണത എന്നുള്ള രീതിയിലാണ് ഓരോ സ്ഥാനാർത്ഥിക്കുമെതിരെ അപരന്മാരെ നിയോഗിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എതിർ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അത് വലിയ രീതിയിൽ ജനാധിപത്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന് തുല്യമാണെന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വിലയിരുത്തൽ. ഈ ഹർജിയിൽ അഞ്ജലി നായർ ഉന്നയിച്ച ഒരു ആക്ഷേപം എന്ന് പറയുന്നത് തന്റെ പേര് അഞ്ജലി PV എന്നുള്ളതാണ്. പക്ഷേ പോസ്റ്ററിലും പൊതുവെ അറിയപ്പെടുന്നതും അഞ്ജലി നായർ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വോട്ടിംഗ് മെഷീനിൽ അഞ്ജലി നായർ എന്നുള്ള പേര് ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു ഈ സ്ഥാനാർത്ഥിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. നേരത്തെ വരണാധികാരിക്ക് മുൻപിൽ ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകിയെങ്കിലും കാര്യമായിട്ടുള്ള ഇടപെടലോ തീരുമാനമോ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് ആക്ഷേപമായിട്ട് പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് വരണാധികാരി ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ അത് പരിഗണിക്കണം. അതായത് അഞ്ജലി നായർ എന്നുള്ള പേര് ഈ വോട്ടിംഗ് മെഷീനിൽ ഉൾപ്പെടുത്തുന്ന കാര്യം, ആവശ്യം വരണാധികാരി പരിഗണിക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ ഹർജി പരിഗണിച്ച സമയത്ത് തന്നെയാണ് ഹൈക്കോടതി അപര സ്ഥാനാർത്ഥികളെ നിർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആ ഒരു സമീപനത്തെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. രോഹിണി. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. അപര സ്ഥാനാർത്ഥികൾക്കെതിരെ ഹൈക്കോടതി അപരന്മാരെ നിയോഗിക്കുന്നത് ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന നടപടിയെന്നും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായിരിക്കുകയാണ്.